നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഫീലിങ്സും അവർ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആണ് എങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും ഒരു എന്താ പറയുക ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ആണെങ്കിലും ആ ഒരു റിലേഷനെ സ്ട്രോങ് ആക്കാൻ ആ ഒരു ബന്ധത്തെ സ്ട്രോങ് ആക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള എനർജിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും റെസനേറ്റ് ആവുന്ന റീഡിങ്സ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്, നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഏത് രീതിയിലായിരിക്കണം നിങ്ങളുടെ ബന്ധമെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും അഫർമേഷൻസുകളായിട്ട് സ്ഥിരമായി നിരന്തരം നിങ്ങൾ അഫർമേഷൻസുകൾ എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ 100% മാറ്റം വരും. നിങ്ങൾക്ക് കാര്യങ്ങളുടെ ക്ലാരിറ്റി കിട്ടും. മുന്നോട്ടേക്ക് എങ്ങനെ പോകണമെന്നുള്ളൊരു ഗൈഡൻസ് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. പ്രപഞ്ചശക്തിയോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. മുന്നോട്ടേക്ക് പോകുക. പോസിറ്റീവായിട്ട് ചിന്തിച്ച് സ്ട്രോങ് ആയിട്ടൊരു മൈൻഡ് സെറ്റോട് കൂടി കേട്ടോ. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻ ആയിക്കോട്ടെ, നിങ്ങളെ സംബന്ധിക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ, അതിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിനനുസരിച്ച് ക്ലാരിറ്റിയോട് കൂടി മറുപടി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, നല്ലൊരു ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസത്തോടു കൂടി തന്നെ മാത്രം നിങ്ങൾ ഒരാളെ സമീപിക്കുക, റീഡിങ്സ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്കിതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി തന്നെ കാണുക. അതുപോലെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു കറൻറ്റ് ഫീലിങ്സിലേക്ക് നോക്കിയപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഡബിൾ എനർജിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒരു അട്രാക്ഷൻ, ഒരു ആഗ്രഹം നിങ്ങളെ കണക്റ്റ് ചെയ്ത് അവരുടെ ഉള്ളിലുണ്ട്. അതായത് നിങ്ങളെ ബന്ധനമാക്കണം, അവരുടെ കീഴിൽ നിങ്ങളെ നിർത്തണം. അവർക്ക് നിങ്ങളെ നല്ല പോലെ മാനേജ് ചെയ്യാൻ പാകത്തിന് ശരിക്കും നിങ്ങളെ അടിമയാക്കണം, നിങ്ങളെ അവരുടെ സ്വന്തമാക്കണം. പക്ഷെ സ്വന്തമാക്കുക എന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പം നിങ്ങളെ അവർക്ക് അടിമയാക്കി നിർത്തണം. ശരിക്കും ഉള്ളിൽ എവിടെയോ ഒരു വൈരാഗ്യ ബുദ്ധിയുമുണ്ട്. ഒരു പക്ഷേ ഒരു പ്രതികാര ഇച്ഛ അവരുടെ മനസ്സിലുണ്ട് കേട്ടോ. പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങളെ ബേസ് ചെയ്താവാം. ഒരു പക്ഷേ അവർ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളെ അവർക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റാതെ പോയതുകൊണ്ടാവാം. ഒരാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റാതെ വരുമ്പം ചില എനർജികളിൽ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ്, സ്നേഹവും പ്രണയവും വാശിയും ദേഷ്യവും എല്ലാം മിക്സഡ് ആകുന്ന ഒരു എനർജിയിലാണ് നിങ്ങളെ അവർ കാണുന്നത്. ശരിക്കും നിങ്ങളെ അവർക്കടെ കൈക്കുള്ളിലിട്ട് കുരങ്ങ് കളിപ്പിക്കാൻ പറ്റണം. നിങ്ങൾ ശരിക്കും പെയിൻ അനുഭവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിച്ച് സ്ട്രഗിൾ ചെയ്യുക, നിങ്ങളുടെ ഉറക്കം കെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത, വലിയ ശക്തമാകുന്ന ആ ഒരു നെഗറ്റീവ് പ്രസൻസ് അവരിൽ വളരെ ശക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയൊരു അടിത്തറ എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ആഴത്തിലുള്ള സ്നേഹം. ഒരു പക്ഷേ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയ വ്യക്തികളാവാം, നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് പോയ വ്യക്തിയാവാം. അപ്പം നിങ്ങളോടുള്ള ആഴത്തിലുള്ള ആ ഒരു സ്നേഹം, അവരാഗ്രഹിച്ചത് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പ്രതികാരം, ഇതെല്ലാം കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അഭിനിവേശം എന്നൊക്കെ പറയാൻ പാകത്തിന് നിങ്ങളിലേക്ക് അവരുടെ ആ ഒരു എനർജി, ഒരു സ്നേഹം, പ്രണയം, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടമെല്ലാം കലർന്നുള്ള ഒരു വൈരാഗ്യത്തിൻ്റെ പ്രസൻസാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകൾ, നിങ്ങൾ ഓരോ പടിയായിട്ട് ചേഞ്ച് ആകുന്നത് അവർക്ക് അസഹ്യമാകുന്ന ഒരു അവസ്ഥയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ശരിക്കും അവർ ശക്തമാകുന്ന ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി അവർക്ക് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു മാനസിക അവസ്ഥയിലാണ് കറൻ്റ്ലി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിലനിൽക്കുന്നത്. അതിൻ്റെ എല്ലാം പിന്നിലേക്ക് നോക്കുമ്പം
അവരുടെ ചില ആഗ്രഹങ്ങൾ, അവർ സ്വപ്നം കണ്ടത് അല്ലെങ്കിൽ അവർ ചിന്തിച്ചിരുന്നത് എല്ലാം അവർക്ക് മിസ് ചെയ്യപ്പെടുന്നു, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ശക്തമാകുന്ന ഫീലിങ്സ് ഇതിനകത്ത് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ അവർ പറയുന്ന രീതിയിൽ നിങ്ങൾ അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ അവരാഗ്രഹിച്ച രീതിയിലൊന്നും ഒരിക്കലും നിങ്ങളെ അവർക്ക് ചൂസ് ചെയ്യാൻ സാധിക്കാതെ പോയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അവരുടെ ചില കള്ളത്തരങ്ങൾ നിങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടാവാം. ഇതെല്ലാം കണക്റ്റ് ചെയ്യുമ്പം അവർ നിന്നെടുത്ത് അവർക്ക് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. അപ്പം നിങ്ങളോട് സ്നേഹവും നിങ്ങളോട് വളരെ ആഴത്തിലുള്ള അട്രാക്ഷനൊക്കെ ഉള്ളിടത്ത് നിന്നും പല കാര്യങ്ങളാൽ ഒരു ഡാർക്ക് ഫീലിങ്സ് അവർക്കുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നും ഒരു ഫൂളിഷ് മൈൻഡ് സെറ്റിലാണ് അവരിപ്പോൾ കറൻ്റിലി നിൽക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മണ്ടത്തരങ്ങളാണ് അവർ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും. നല്ലൊരു സ്ഥായി ഭാവം, ഒരു സ്ഥിരതയില്ലാത്തൊരവസ്ഥ തന്നെയാണ്. അവരെ ആര് ഗൈഡ് ചെയ്താലും അതൊന്നും അവർക്ക് കേൾക്കാനോ മനസ്സിലാക്കാനോ ഒന്നും സാധിക്കാതെ, അതൊന്നും ചെവിക്കൊള്ളാത്ത വിധമാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയാൻ സാധിക്കും. അവരുടെ ശരികളിലേക്ക് അവർ ഫോക്കസ് ചെയ്യുകയാണ്. അവിടെ ഒരു വൈരാഗ്യ ബുദ്ധിയാണ്, അല്ലെങ്കിൽ നാളെ നഷ്ടമാണ്, അതൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവരുടെ ആ ഒരു അല്പസുഖം, ആ സമയത്തുള്ള അവരുടെ നിലനിൽപ്പിന് നോക്കുന്നൊരു സിറ്റുവേഷൻസ് കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് പോയ വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം അവർ ചെയ്തതൊരു എടുത്തുചാട്ടമായി പോയി എന്നുള്ളതും അവരുടെ തെറ്റിനെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ, അവർ ചെയ്ത പല നെഗറ്റിവിറ്റിയും നിങ്ങൾ കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളിലൂടെ അവരത് ചെയ്തു എന്നാക്കി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു ഓവറോൾ എനർജിയിലേക്ക് ചെന്ന് നോക്കുമ്പം നമുക്ക് മനസ്സിലാകുന്നത് പുറമേ വളരെ ശക്തമായിട്ട് നിങ്ങളോട് പ്രതികാരിച്ചയോടുകൂടി ഇവർ നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് അവർ കരയുകയാണ് കേട്ടോ, തകർന്നിരിക്കുകയാണ്. ആൻസൈറ്റി, ഡിപ്രഷനാണ്. ശരിക്കും ഉറക്കമില്ല ഈ ഒരു പേഴ്സണ്. നിങ്ങൾ ആരെയാണ് മനസ്സിൽ ചിന്തിക്കുന്നതെങ്കിലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ കണക്റ്റ് ചെയ്തുള്ള എനർജിയിലേക്ക് നോക്കുമ്പം അവരുടെ പൂർണ്ണമായിട്ട് ഉറക്കം നഷ്ടപ്പെട്ടു. ഒരു പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ തന്നെ ആവാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ പുറമേ വളരെ ഹാപ്പി ആയിട്ട് ഏറ്റവും പവർഫുള്ളായിട്ട് കടന്നു പോകുന്നത് അവർക്ക് അസഹ്യമാണ്, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കറൻറ്റ് ഫീലിങ്സിലേക്ക് നമുക്ക് ചെന്ന് നോക്കുമ്പം ശരിക്കും നിങ്ങളെ കിട്ടിയാൽ കൊന്നുകളയാൻ പോലും മടിയില്ലാത്ത ചില മാനസികാവസ്ഥയിലൂടെയും ചില വ്യക്തികൾ നിൽക്കുന്നെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുമെന്നല്ല, അവരുടെ ഉള്ളിൽ അതുപോലെ ഭയങ്കര ശക്തമാകുന്ന ഒരു ഇച്ഛാശക്തിയിലാണ് അവർ നിൽക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് നമുക്ക് ടോട്ടലി പറയാൻ പറ്റുന്നത് സ്നേഹമാണ്, അല്ലെങ്കിൽ നഷ്ടബോധമാണ്. അതല്ലെങ്കിൽ അവർ ചിന്തിച്ച രീതിയിൽ കാര്യങ്ങൾ വഴങ്ങി കിട്ടാത്ത സിറ്റുവേഷൻസുകളാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളോട് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ നോ പറഞ്ഞ സിറ്റുവേഷൻസുകളൊക്കെ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം, അതുകൊണ്ട് നിങ്ങളെ അവരുടെ കൈക്കുള്ളിൽ ബന്ധിപ്പിച്ചിടണമെന്നുള്ളൊരു വൈരാഗ്യമാണ്. അതായത് ഒരു വശീകരണം, ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് നൽകുക. അതായത് പോസിറ്റീവായൊരു എനർജി അല്ല, ബ്ലാക്ക് മാജിക്കാണ് ചെയ്യാൻ അവരാഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളെ ശരിക്കും നിങ്ങൾ ഉയരാതിരിക്കട്ടെ, നിങ്ങളെപ്പോഴും കരഞ്ഞ് തളർന്ന് നിൽക്കട്ടെ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അവരുടെ ഉറക്കം കിട്ടി നിൽക്കുന്നു. കറൻ്റിലി ചിന്തിക്കും ആൻസൈറ്റി, ഡിപ്രഷൻ, ഭയം, ഇതെല്ലാം അവരിൽ കണക്റ്റഡ് ആണ്. നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് അവർ ശരിക്കും ഒരു വിഷമായിട്ട് തന്നെ നിൽക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കറൻ്റിലിയിലേക്ക് നോക്കുമ്പം 10 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കർമ്മയാണ് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെയും അവരുടെയും ജീവിതത്തിലെ കർമ്മയാണ്. പലതും എക്സ്പീരിയൻസ് ചെയ്യേണ്ട യോഗമുള്ളതായിട്ടാണ് കാണുന്നത്. ശരിക്കും നിങ്ങളിലാണ് അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവും, ഈ ഒരു വ്യക്തി എന്നെ ഓർക്കുന്നില്ല, എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, എന്നെ മറന്നു മറ്റെന്തൊക്കെയോ സുഖസൗകര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല ഇവിടെ സത്യം. നിങ്ങളെ തന്നെ ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്ത് നിങ്ങളിൽ തന്നെ കണ്ണു അടയ്ക്കാണ്ട് നോക്കിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ പിന്നിൽ നിന്നോ മറ്റ് ഏതൊക്കെയോ സിറ്റുവേഷൻസിലൂടെയോ നിങ്ങളെ തന്നെ വളരെയധികം ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ഫോക്കസ് ചെയ്യുമ്പോഴും അതിനകത്തൊരു സ്നേഹമോ സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു സന്തോഷം ആത്മാർത്ഥതയുടേതല്ല എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെയാണ് നിങ്ങളെ ഈ ഒരു
പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇവർക്ക് നിങ്ങൾ പ്രഷ്യസ് ആണ് താനും. അതൊക്കെ എനിക്ക് ഈ എനർജിയിലേക്ക് നോക്കുമ്പം കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞതുപോലെ നഷ്ടബോധത്തിൻ്റെ ഒരു പെയിൻ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ശക്തമായിട്ടും ഒരു നഷ്ടബോധം ഇവിടെ കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ വിദേശത്തേക്കൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരെ സംബന്ധിച്ച് ഒരു വല്ലാത്ത ഒരു ഡിപ്രഷൻ എനർജിയാണ്, സ്ട്രെസ്സാണ് അവരനുഭവിക്കുന്നത്. ഒരു വല്ലാത്തൊരു കർമ്മ ഫീലിങ്സാണ്. അവരെന്തോ ചതിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർ തകർക്കപ്പെട്ടു, അവരിനി ഒന്നും അല്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലിലൂടെയാണ് നിങ്ങളോട് ഇവർക്കൊരു ശക്തമാകുന്ന ഒരു പ്രതിഷേധം, വിരോധം ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ തീരെ ഇല്ലാത്ത സിറ്റുവേഷൻസ്, ഇവിടെ ബ്ലാക്ക് മാൻ ബ്ലോക്കേജിൻ്റെയൊക്കെ എനർജി കാണുന്നുണ്ട്. ശക്തമാകുന്ന ഫൈറ്റിങ്ങുകൾ പല രീതിയിൽ നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി ശക്തമാകുന്ന രീതിയിൽ ഫൈറ്റിംഗ് നടത്തി നിങ്ങളെ മാറ്റി നിർത്തിയ സിറ്റുവേഷൻസുകളൊക്കെ നമുക്ക് ഈ എനർജികളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നത് ഇവർ നിങ്ങളെ കാണുമ്പോൾ പെരുമാറുന്ന വ്യക്തിയല്ല നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പം. പിന്നെ അവരുടെ ചിന്തകളിലെല്ലാം വല്ലാത്ത ഒരു എന്താ പറയുക, മാനസിക വിഷമമാണ്, ആ ഒരു നഷ്ടമാണ്, ആ ഒരു പ്രസൻസ് ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് അവർക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. 9 ഓഫ് കപ്സിൻ്റെ എനർജിയും അവിടെ വരുന്നുണ്ട്. സമ്പൂർണ്ണമായിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ ഓർമ്മകളിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ട്, തിരിച്ച് നിങ്ങളെ പിടിക്കാൻ, തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അവരുടെ ഒരു പാഷൻ, അവരുടെ ഒരു സ്വപ്നം, അല്ലെങ്കിൽ അവർക്കൊരു സംതൃപ്തി തോന്നുന്ന ഒരു ബന്ധമെന്ന് പറയുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ പ്രസൻസ് ആണ്. ഇതെല്ലാം അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന, വിട്ടുപിരിഞ്ഞ് നിൽക്കുന്ന, ഒരു പക്ഷേ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ട് ഒരു എന്താ പറയുക, ബ്രേക്കപ്പ് സിറ്റുവേഷൻസിലേക്കൊക്കെ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് റീയൂണിയൻ പ്രസൻസ് ആണ്. ഒരു അവസരം ഇനിയും കിട്ടുമെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു. അതായത് ഇത് നഷ്ടപ്പെട്ടില്ല, ഇതെനിക്ക് തിരിച്ച് ലഭിക്കും, അതിൻ്റേതായ സമയമാകുമ്പോൾ ഞാൻ തിരിച്ചു പിടിക്കും, അല്ലെങ്കിൽ ഇത് എന്നിലേക്ക് തിരിച്ചു വരും, ഇത് എനിക്ക് നേരെ നിൽക്കുന്ന എനർജിയാണ് എന്നൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രതീക്ഷയുണ്ട്. ദ സ്റ്റാർ എനർജിയാണ് കാണാൻ പറ്റുന്നത്. പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. അതായത് ജസ്റ്റിസാണ് പ്രതീക്ഷയായിട്ട് വന്നിരിക്കുന്നത്. നീതി ലഭിക്കുക, അതായത് അവർ കുറ്റം ചെയ്യാത്ത മട്ടിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് നീതി ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി നൽകും. കാലം അനുകൂലമാകും. അതായത് നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷനിൽ ഒരു പക്ഷേ സെപ്പറേറ്റഡ് ആയിട്ട് വീണ്ടും റീയൂണിയൻ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ വീണ്ടും ഈ ഒരു വന്നിരിക്കുന്ന സെപ്പറേഷൻ എന്ന് പറയുന്നത് വീണ്ടും കാലം കണക്റ്റഡ് ആക്കും. അതായത് അതങ്ങനെ വിട്ട് കളയേണ്ടതോ വിട്ടുപോകുന്നതോ ആയ ഒരു ബന്ധമല്ല. ഇനിയും അത് ലൈഫിലേക്ക് വരും. അതെൻ്റെ ഡെസ്റ്റിനിയിൽ പെട്ടതാണ്, നിങ്ങൾ അവരുടെ ഡെസ്റ്റിനിയിൽ പെട്ടതാണെന്ന് അവർ മനസ്സുകൊണ്ട് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലായിടത്തു നിന്നും ഒന്ന് മാറി നിൽക്കുന്ന സ്വഭാവവും കൂടിയാണ് കേട്ടോ. അതായത് ഉൾവലിഞ്ഞ് നിൽക്കുന്ന, അതായത് അവരുടെ മനസ്സൊരിക്കലും ഒരിടത്തും അവർ ഓപ്പൺ ആക്കില്ല. അതായത് പെയിൻ ആണെങ്കിലും വൈരാഗ്യമാണെങ്കിലും അവരുടെ ഉള്ളിലുള്ള ഒരു ഇമോഷൻസും അവർ ഒരിക്കലും പുറത്ത് പ്രകടിപ്പിക്കാത്ത വിധം അവർ വളരെ ഹൈഡ് ചെയ്യാൻ പറ്റുന്ന, എല്ലാത്തിനെയും ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എനർജി ഉള്ളൊരു പേഴ്സണാണ്. വിവേകത്തോടു കൂടി കാര്യങ്ങളെ ചിന്തിക്കുന്ന ഒരു പേഴ്സണുമാണ്. അവരുടെ ചില സമയത്തുള്ള ഇമോഷണലി ഉള്ള ആ ഒരു ഫീലിങ്സ്, അവരുടെ ഒരു താളം തെറ്റിപ്പോകുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ബേസ് ചെയ്ത് നിൽക്കുമ്പോഴാണെന്നാണ് കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും ഈ റിലേഷനിൽ ഒരു കാത്തിരിപ്പാണ്, അതായത് ഒരു ലോങ് ഡിസ്റ്റൻസിൻ്റെ എനർജിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു കാത്തിരിപ്പാണ്. അതായത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് തിരിച്ചു വരും, തിരിച്ചു പിടിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു വിശ്വാസമൊക്കെ അവരിലുണ്ട്. ശരിക്കും അവർ അൺഹെൽത്തി സിറ്റുവേഷൻസിലാണ് കേട്ടോ. കറൻറ്റ് ഫീലിങ്സിൽ നോക്കുമ്പം ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. ഒരു പക്ഷേ നിങ്ങളോട് വളരെ ഈഗോ കാണിച്ചും നിങ്ങളെ ഒരു പക്ഷേ ബ്ലോക്ക് ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ട്. ഈ ഒരു ബന്ധം ബ്ലോക്ക് ചെയ്തൊക്കെ നിർത്തിയിരിക്കുന്ന വ്യക്തികളാവാം. ബൗണ്ടറി ഇട്ട് നിൽക്കുന്നുണ്ടാവാം. അതായത് കൂടുതലൊന്നും ഇങ്ങോട്ട് സംസാരിക്കാൻ വരണ്ട, എനിക്കൊന്നും കേൾക്കണ്ട എന്നുള്ളൊരു ഭാവത്തിൽ നിങ്ങളോട് പെരുമാറിയിട്ടുള്ള സിറ്റുവേഷൻസുകളുമൊക്കെ ഇതിനകത്തുണ്ടാവാം. പക്ഷെ അതെല്ലാം ആ ഒരു പുറമെ പ്രകടിപ്പിച്ചിട്ട്
ഉള്ളുകൊണ്ട് പെയിൻ അനുഭവിക്കുകയാണ്. അതായത് നിങ്ങളുടെ മുന്നിൽ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പ്രസൻസ് വേണം, നിങ്ങൾക്ക് അവർ വാല്യൂ നൽകുന്നു എന്നങ്ങ് പ്രകടിപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുമാണ്. നിങ്ങൾ കാണാമറയത്തേക്ക് അങ്ങ് മാറിക്കഴിയുമ്പം പിന്നെ അത് ചിന്തിച്ച് നിരാശപ്പെടുകയും ഉൾവലിഞ്ഞ് നിൽക്കുകയും പിന്നീട് അതൊരു അൺഹെൽത്തി സിറ്റുവേഷൻസിലേക്ക് മാറുന്ന സാഹചര്യവുമാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചൊരു രാഹു ദശയുടെ പ്രസൻസും ചിലരിൽ സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരിലും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ആളുകളിലൊക്കെ രാഹു പ്രസൻസിൻ്റെ എനർജി ഉണ്ട്. അതുകൊണ്ടൊരു ക്ലാരിറ്റി ഇല്ല, ഒരു ഉറച്ച തീരുമാനമില്ല, ഇങ്ങനെ മാറിയും തിരിഞ്ഞും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്ക് അവർക്കെല്ലാം നല്ലതായിട്ട് തോന്നും, ഇടയ്ക്ക് അവരെല്ലാം വിരക്തിയും വെറുപ്പും ശത്രുതയും തോന്നും, ഇടയ്ക്ക് എല്ലാത്തിനോടും ഒരു അഡിക്ഷൻ തോന്നും. അങ്ങനെ ഒരു സ്ഥിരതയില്ലാതെ ഇങ്ങനെ ഒരു മായാവലയത്തിൽ പെട്ടതുപോലെ, അല്ലെങ്കിൽ മോഹ വലയത്തിൽ പെട്ടതുപോലെ ഇങ്ങനെ കണക്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട് ചിലരുടെ എനർജിയിൽ. പിന്നെ ഇവരെ സംബന്ധിച്ച് കുറേ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതും ഇവർക്ക് കുറച്ചൊരു ഈഗോ എനർജിയുടെ പ്രസൻസ് ഉണ്ട്. പക്ഷെ വരുന്നതൊന്നും ക്ലാരിറ്റി ഉള്ളതോ ഇവരുടെ ലൈഫിലേക്ക് കണക്റ്റ് ചെയ്യേണ്ടതായ കാര്യങ്ങളല്ല എന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിരാശയുണ്ട് കേട്ടോ, ശക്തമാകുന്ന പെയിൻ അനുഭവിക്കുന്നുണ്ട്. അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ മുന്നിലുള്ള വെല്ലുവിളികളെ നോക്കി ഭയന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസും, നിങ്ങൾക്കിടയിലെ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒരിക്കലും കാണാനോ ഒരു രീതിയിലും കണക്റ്റ് ചെയ്യാനോ പറ്റാത്തത് വല്ലാത്തൊരു പ്രതിസന്ധി പോലെയാണ്. അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, പക്ഷേ അവരുടെ ഭാവത്തിലോ അവരുടെ പ്രവൃത്തിയിലോ ഒന്നും വെയിറ്റിംഗ് എനർജി കാണിക്കുന്നില്ലെങ്കിലും അവർ നിങ്ങളെ വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്ന സിറ്റുവേഷൻസാണ് നമുക്ക് അവരുടെ ഹൃദയം കൊണ്ട് വായിച്ച് കഴിയുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ബൗണ്ടറി ഇട്ടാണ് അവർ നിൽക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളെ ഒരു രീതിയിലും കണക്റ്റഡ് ഒന്നും വേണ്ട എന്നുള്ളൊരു ബൗണ്ടറി തീർത്ത് ഒരു നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വളരെ പ്രഷ്യസാണ്. നിങ്ങളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അതായത് നിങ്ങളെ അവർ സൂക്ഷിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവരുടെ ലൈഫിൽ, അവരുടെ ശ്വാസത്തിൽ പോലും നിങ്ങളുടെ ഓർമ്മകളും പ്രസൻസും നിങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസുകളും എല്ലാം അവരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം ചിന്തിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് വല്ലാത്ത ഒരു വിഷമം അവരനുഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളോട് പുറമേ കാണിച്ച ചില കാര്യങ്ങളൊക്കെ അവരുടെ അഭിനയമാവാം, തെറ്റായ ചില ആറ്റിറ്റ്യൂഡുകളാവാം. അതായത് അങ്ങനെ മതി, അവർ കൂടുതൽ നിങ്ങൾ അടുക്കണ്ട, അല്ലെങ്കിൽ അവരെ കൂടുതൽ അറിയണ്ട, അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, നിങ്ങളോട് അവർക്കുള്ള ആ ഒരു പ്രാധാന്യമൊന്നും നിങ്ങൾ അറിയരുതെന്നുള്ള ചില ചിന്തകളുമെല്ലാം അവരെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ ബൗണ്ടറി തീർത്ത് നിന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ഇന്നും അവർ ഹാപ്പി മൊമെൻറ്റ്സ് ആയിട്ട്, അതായത് ഒരു സന്തോഷത്തിൻ്റെ ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരിൽ നിന്നും വിട്ടുപോകില്ല, ഒരിക്കലും എന്നെ വിട്ടുപോകില്ല എന്ന് ചിന്തിക്കുന്ന ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളുടെ പ്രസൻസിന് ബേസ് ചെയ്ത് അവരുടെ അരികിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള ചില ഓർമ്മകളാവാം, അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കൊടുത്ത ഗിഫ്റ്റുകളാവാം, നിങ്ങളിൽ നിന്നും അവർക്ക് ലഭിച്ച എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇനിയും അവരിൽ എന്നും അവശേഷിക്കുന്ന ഓർമ്മകളായിട്ടുണ്ടാകുമെന്നൊക്കെ അവരിങ്ങനെ ആ ചിന്തകളിൽ കണക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ മറ്റുള്ളവരെ അവർ ഭയപ്പെടുന്നുമുണ്ട്. ആരെങ്കിലും ഫോക്കസ് ചെയ്യുന്നുണ്ടോ, നാളെ ഇത് തടസ്സങ്ങൾ ഉണ്ടാകുമോ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമോ എന്നുള്ള ഒരു സ്ട്രെസ് എനർജി ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിലും അവരൊരു സമാധാനം കണ്ടെത്തുന്നത് നിങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചില കാര്യങ്ങളിൽ തന്നെയാണ് എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ചാൻസ് എനർജി, ഒരു സക്സസ്, ഒരു സെലിബ്രേഷനൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയുടെ ഒരു വിശ്വാസം അവരുടെ ഉള്ളിലുണ്ട്. എല്ലാം ഒന്നുകൂടി കലങ്ങിത്തിരിഞ്ഞ് എല്ലാം കറക്റ്റായിട്ട് വരും, ലൈഫിൽ മാറ്റങ്ങൾ വരും, ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും എന്നൊക്കെ അവർ ശരിക്കും ചിന്തിച്ച് മനസ്സിലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്, കുറച്ച് ഈഗോയുണ്ട്, പിന്നെ അവരുടെ ഒരു പ്രൗഡായ ഒരു സിറ്റുവേഷൻസ് ഉള്ള വ്യക്തിയാണ്. കുറച്ചൊക്കെ ഒരു മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടി പെരുമാറേണ്ട പേഴ്സണാണ്. മാത്രവുമല്ല ചുറ്റുപാടും പല കാര്യങ്ങളിലും കൂടുതൽ ഇൻവോൾവ് ആകുന്ന, അവർ നിൽക്കുന്ന പൊസിഷനിൽ അവർ സക്സസ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ആ പേഴ്സണെ സംബന്ധിച്ച് എല്ലാത്തിനും ഒരു അതിർവരമ്പുകൾ, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു മിതത്വം ഉണ്ടാവേണ്ട പേഴ്സണായിട്ടാണ് കാണുന്നത്. വളരെ അനുഗ്രഹീതവും ബ്ലെസ്സിങ്സ് എനർജിയോട് കൂടി പോകുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
നല്ല ധീരതയുള്ള, ധൈര്യമുള്ള, പ്രതിസന്ധികളെ ശക്തമായിട്ട് നേരിടാൻ കഴിയുന്ന, ഒന്നിനെയും ഭയമില്ലാത്ത, വരും വരായികളെക്കുറിച്ചൊന്നും ഓർത്ത് അങ്ങനെ ഒരുപാടൊന്നും സ്ട്രെസ് അനുഭവിക്കാത്ത ഒരു സിറ്റുവേഷൻസാണ്. വരുന്നത് പോലെ വരട്ടെ എന്നുള്ള ഒരു എനർജിയും ഇവരിലുണ്ട്. കുറച്ച് ബർഡനൊക്കെ ഉണ്ട്, കുറച്ച് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചുമക്കുന്ന, കുറച്ച് ഭാരം മനസ്സിനും അല്ലെങ്കിൽ കുറച്ച് ഭാരം ഏറ്റെടുത്ത് നിൽക്കുന്ന വ്യക്തിയായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. എല്ലായിടത്തും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന ക്യാരക്ടറുമാണ്. എല്ലായിടത്തേക്കും അങ്ങ് ഒരുപാട് കണക്റ്റഡ് ആവുകയല്ല, ഒരു ചെറിയ ബൗണ്ടറിയൊക്കെ കീപ്പ് ചെയ്ത് കടന്നു പോകുന്ന പേഴ്സണായിട്ടും നമുക്ക് ഈ ഒരു വ്യക്തിനെ പറയാൻ സാധിക്കും. എന്താണെങ്കിലും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് വെല്ലുവിളികളെ അതിജീവിക്കുക എന്നൊരു ലക്ഷ്യം അവരിലുണ്ട്. ഒരു പക്ഷേ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ഒരുപാട് കണക്റ്റഡ് ആവുക എന്നത് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാകുമ്പോൾ ആ ഒരു വെല്ലുവിളിയെ അതിജീവിക്കാം എന്നുള്ളൊരു ചിന്തയും ഉണ്ട് കേട്ടോ. എന്താണെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പോസിറ്റീവാകുന്ന, നിങ്ങളെന്ന് പറയുന്ന ഒരു സക്സസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ഒരു എഫോർട്ട് എടുക്കുക എന്നത് തടസ്സങ്ങളായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നിരാശയാണ് നിങ്ങളിൽ നോക്കി നിൽക്കുന്നു. അതായത് ഈ ഒരു ബന്ധത്തിൽ മറ്റാരൊക്കെയോ ഇവരോട് ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടാവാം, മറ്റാരുടെയെങ്കിലുമൊക്കെ ഒരു ഇടപെടൽ നിങ്ങളുടെ ബന്ധത്തെ ബേസ് ചെയ്ത് ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ അവരിലൊരു ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചിട്ടുണ്ട്, ഒരു പെയിൻ എനർജി വന്നിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് കോൺഫ്ലിക്റ്റുകളുണ്ട്. ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഒരു പോസിറ്റീവായിട്ട് നല്ലൊരു സൺറൈസിങ്ങിൽ പോകേണ്ട റിലേഷനിൽ തടസ്സങ്ങൾ ഉണ്ടാക്കിയതും തടസ്സങ്ങൾ ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ളതുമായ സിറ്റുവേഷൻസും കാണുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് നിരാശ, ദുഃഖമൊക്കെ ഉണ്ട്. അതിനോടൊപ്പം വൈരാഗ്യവും നഷ്ടബോധവും ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പ്രതീക്ഷയില്ല. അതായത് ഒരു വീഴ്ചയാണ് ഫലമെന്നുള്ള ഒരു ചിന്ത അവരിലുണ്ട്. തകർച്ചയിലേക്ക് പോകും. ഇതിനെക്കുറിച്ച്, ഈ ബന്ധത്തെക്കുറിച്ച് അവർക്കൊരു ക്ലാരിറ്റി ഇല്ല. ആ ഒരു സ്റ്റക്നെസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫാമിലി ആയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, കുടുംബപരമായിട്ട്. അതായത് അവരുടെ ഒരു ഫാമിലി ആയിട്ട് നിങ്ങളെ കാണാൻ അവർ ആഗ്രഹിക്കുന്നു, നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് ചിലർക്കൊക്കെ ഈ ഒരു വ്യക്തിയുടെ ബന്ധം കണക്റ്റഡ് ആണ് കേട്ടോ. ഒരു പക്ഷേ ഫാമിലി പരമായിട്ടോ മറ്റും ഒക്കെ നിങ്ങൾ നല്ലൊരു കണക്ഷൻസ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. എല്ലാവരുമായിട്ട് കണക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു എനർജിയാണ്. ചിലരെ സംബന്ധിച്ച് ഇതൊരു കുടുംബമായി കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിലൊരു ഇംബാലൻസിങ് എനർജിയാണ്, വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളെ തമ്മിൽ കുറച്ച് ആളുകൾക്കൊക്കെ വ്യത്യാസങ്ങളുണ്ട്. മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസുമാണ്. തീർച്ചയായിട്ടും ഒരു റിലേഷനിൽ ഒരു ഫെയിലിയർ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കറൻറ്റ്ലി ഒക്കെ. അപ്പോൾ ആ സിറ്റുവേഷൻസിനെ നോക്കുമ്പം ഇതൊന്ന് ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരിക, കോണ്ടാക്റ്റിലേക്ക് വരിക എന്നത് ശരിക്കും ഒരു റിസ്ക് എനർജി തന്നെയാണ്. കോണ്ടാക്റ്റിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ പക്ഷേ ഇവർ നിങ്ങളെ തേടി വരും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ കണക്റ്റഡ് ആകും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിനുള്ള ചില സൈനുകൾ നിങ്ങളിലേക്ക് വന്ന് ചെറിയൊരു വ്യക്തി നിങ്ങളെ ഫോക്കസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ടെലിപ്പതി എനർജി പോലെ ഈ ഒരു വ്യക്തിയുടെ എനർജി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു പ്രസൻസ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് ഓൾറെഡി തന്നെ. ബ്ലോക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നതെങ്കിലും നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും പൂർണ്ണമായിട്ടും മാറിക്കഴിയുമ്പോഴോ അതല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കോണ്ടാക്റ്റിൽ വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് കണക്റ്റ് ചെയ്ത് നോക്കുമ്പം പറയാൻ പറ്റുന്നത് കാർമിക് റിലേഷൻ്റെ പ്രസൻസ് ഉണ്ട്. കുറച്ച് ദുഃഖവും നിരാശയൊക്കെ ഒരു റിലേഷനിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പേ നിങ്ങൾക്കതിനുള്ള സൈനുകൾ ലഭിച്ചിരിക്കും കേട്ടോ.